ഈ 10 ദിവസം പണിയില്ലായിരുന്നു കരുതുക. അങ്ങനെയെങ്കിൽ 10 ദിവസം കൊണ്ട് 900, 1800 രൂപ ഇപ്പോൾ നിങ്ങളുടെ ആ ജാറിലുണ്ട്. ഈ 1800 നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ഇന്നലെ വരെ നിങ്ങൾക്ക് അപ്രാപ്യമെന്ന് തോന്നിയിരുന്ന ഒരു സ്ഥലത്ത് ഈ പൈസ ചിലവഴിക്കണം. ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളൊരു ലക്ഷറി ഹോട്ടലിലേക്ക് പോകണം. ഇപ്പം ചില ഹോട്ടലിൽ ഒരു ചായക്ക് 180, 200, 280 നമ്മൾ ആ ഹോട്ടലിൽ മുമ്പ് വഴി പോകുമ്പോൾ നമ്മൾ കരുതുമോ നമുക്കിത് പ്രാപ്യമാണെന്ന്? ഇല്ല. പക്ഷേ നിങ്ങളിൽ ഇപ്പോൾ 1800 രൂപയുണ്ട്. കുടുംബമായിട്ട് ചെന്നിട്ട് അവിടെ ചെന്നിട്ട് 4 പേര് കൂടി ഇരുന്ന് ചായ കുടിക്കുക, എന്നിട്ട് ഇറങ്ങിപ്പോക്കും. നമ്മൾക്കും ഒരു കോൺഫിഡൻസ് ബിൽഡാവും. രണ്ടാമതൊരു കാര്യം, നമ്മുടെ ഫാമിലിക്കും നിങ്ങൾക്കൊരു വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഇതെന്താ സംഭവം എന്നറിയാമോ? ഇതൊരു പ്രാക്ടീസാണ്, ഇതൊരു ഗെയിമാണ്. ശരിക്കും ഒരു ഗെയിം ഫണ്ട് എന്നതിനെ വിളിക്കാം കേട്ടോ. നിങ്ങൾ ഇങ്ങനത്തെ ഗെയിമിന് വേണ്ടി നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം മാറ്റിവെച്ച് കഴിയുമ്പോൾ, നിങ്ങൾ കിലുക്കം സിനിമ കണ്ടിട്ടുണ്ടോ? അതിൽ ജഗതി പറയുന്നുണ്ട്, കാശ് സമ്പാദിച്ച് ജീവിതം ആസ്വദിക്കുന്നതിനേക്കാൾ കിട്ടുന്ന പൈസ കൂട്ടി വെച്ച് ഞാൻ ഈ കുതിര കളിക്കാൻ പോകും. ഞാൻ അങ്ങനത്തെ ഒരു ചിലവിനെക്കുറിച്ചല്ല പറയുക. നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനത്തിൽ നിന്നും ഒരു തുക ഒരു എൻ്റർടൈൻമെൻറ്റ് ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കിട്ടുന്ന ബാക്കി 90 നിങ്ങൾ എന്ത് ചെയ്തു? കൃത്യമായിട്ട് ഡിപ്ലോയ് ചെയ്തു. ജഗതി അങ്ങനെയല്ല, ജഗതി ഇത് കൂട്ടിവെക്കാണ്. കൃത്യമായ ധനവിനിയോഗം നടത്തിയിട്ടുള്ള 10% ആസ്വാദനം നിങ്ങൾ അർഹിക്കുന്നു. അത് നിങ്ങൾ ആരോഗ്യമുള്ളപ്പോൾ ആസ്വദിക്കണം, നിങ്ങൾക്ക് കരുത്തുള്ളപ്പോൾ ആസ്വദിക്കണം, നിങ്ങൾക്ക് പറക്കാനുള്ള ശക്തി ഉള്ളപ്പോൾ അത് ആസ്വദിക്കണം.